നിങ്ങൾ കടഭാരത്തിൽ ബുദ്ധിമുട്ടുന്ന ആളാണോ? നിങ്ങൾക്ക് വലിയ കടമുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്നൊരു കാര്യം ചെയ്യണേ. ഒരു വലിയ പുരുഷാരത്തിനോട് നോക്കി ഈശോ പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങളുടെ കയ്യിലുള്ളത് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ 2 കുഞ്ഞുമക്കൾ അവർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അപ്പവും 2 മീനുമായിട്ട് ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അവരവിടെ ഒളിച്ചിരുന്ന് തിന്നില്ല കേട്ടോ. അത് നേരെ ഈശോയുടെ കയ്യിലേക്ക് കൊടുത്തു. ഈശോ അതെടുത്ത് വാഴ്ത്തി അനുഗ്രഹിച്ച് എല്ലാവർക്കും കൊടുക്കാൻ പറഞ്ഞു. ശിഷ്യന്മാരെന്ത് ചെയ്തു? അത് വിശ്വസിച്ചു. ശിഷ്യന്മാരത് ചെയ്തു. തിരിച്ചെടുത്തത് 12 കൊട്ട അപ്പമാണ് ബാക്കി വന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കഴിച്ച് തൃപ്തരായതിന് ശേഷം, എന്ന് പറഞ്ഞാൽ ചിലരൊക്കെ പോക്കറ്റിലൊക്കെ കരുതി വെച്ചിട്ടുണ്ടാകും, അതിന് ശേഷവും ബാക്കി വന്നത് 12 കൊട്ടയാണ്. നിങ്ങളൊരു പക്ഷേ ഇന്ന് നിങ്ങളുടെ ബിസിനസ് ഏറ്റവും തകർന്ന നിലയിലായിരിക്കാം. നിങ്ങളുടെ ഷോപ്പിൽ ഒരു കച്ചവടവും ഇല്ലായിരിക്കാം. കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് കോവിഡിന് മുമ്പേ ഞങ്ങൾക്ക് നല്ല ബിസിനസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ലായിരിക്കാം. എന്ത് തന്നെ ആയിരുന്നാലും നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത് അത് ദൈവത്തിന് കൊടുക്കും. ദൈവം എൻ്റെ കയ്യിൽ ഈ ഷോപ്പാണ് ഉള്ളത്. പക്ഷേ നിങ്ങൾ മാതാവിനോട് പറ, അമ്മ കാനായിലെ കല്യാണത്തിന് അത്ഭുതം പ്രവർത്തിച്ച പോലെ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് മധ്യസ്ഥം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയാണ്: പിതാവേ, എൻ്റെ കയ്യിലുള്ളത് ഇന്ന സാധനങ്ങളാണ്. ഞാൻ ഇത്ര രൂപ കടഭാരത്താൽ ഞാൻ ബുദ്ധിമുട്ടുന്നു. എനിക്ക് ഇത്ര രൂപ ഉണ്ടെങ്കിൽ മാത്രമേ, ലഭിച്ചാൽ മാത്രമേ എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ എൻ്റെ പ്രശ്നങ്ങൾ, എൻ്റെ കുടുംബത്തിലെ കല്യാണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുകയുള്ളൂ. ഞാൻ വിശ്വസിക്കുന്നു ഇന്നേക്ക് 90ാമത്തെ ദിവസം ദൈവത്തിൻ്റെ അത്ഭുതം ഞങ്ങൾ കാണുമെന്ന് വിശ്വസിക്കുന്നു. മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം ചെയ്യണമേ. പിതാവിനോട് ഞങ്ങൾക്ക് വേണ്ടി സംവദിച്ചു കൊണ്ടിരിക്കണമേ എന്ന് മാത്രം പ്രാർത്ഥിക്കുക. വരും ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ അത്ഭുതം നിങ്ങൾക്കും കാണുവാൻ കഴിയും.